ചെകുത്താനെ അതായത് എന്താ പറയാ, പോലീസുകാര് ഓടിച്ചിട്ട് പിടിച്ചു, വീട്ടിൽ നിന്ന് പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതിനകത്തൊരു കുഴപ്പമുണ്ട്. എനിക്ക് ഓടാൻ പറ്റത്തില്ല. എനിക്ക് കുതിച്ചോടിയാ എനിക്ക് അറ്റാക്ക് വരും. അതായത് എന്നെ ഇപ്പൊ ഞാൻ പലരോടും തമാശയൊക്കെ പറയുവായിരുന്നു. അതിപ്പോ എന്നെ ഇപ്പൊ ഒത്തിരി പേര് തല്ലാൻ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇമാര് പിടിച്ചിടിക്കുമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ എല്ലാവരും പറയടെ, ഒത്തിരി പേരോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, നേരിട്ട് കാണുന്നവരോട്. അല്ല വീഡിയോയിലൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല ഇങ്ങനെ ഈ അറ്റാക്ക് സീനൊന്നും ഞാൻ പറയാറില്ല. കാരണം ഇത് ഓരോരുത്തരോരോന്ന് ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണല്ലോ, അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാണെന്നൊക്കെ. അപ്പൊ അതങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയാൻ ഞാൻ. അപ്പോ എന്നോട് പറഞ്ഞേക്കുന്നത് കുതിച്ചോടരുത്, മനസ്സിലായോ? കുതിച്ചോടിക്കഴിഞ്ഞാല് ചിലപ്പോ ഒരു ചെറിയ ഈ എന്താ പറയണ്ടേ, പെട്ടെന്ന് പമ്പിങ് കൂടിയിട്ട് എനിക്ക് ബ്ലോക്കുകളുണ്ട്, ഹാർട്ടിന് ചുറ്റും ബ്ലോക്ക്, അതായത് ബ്രാഞ്ചസ് ബ്ലോക്ക്. പിന്നെ ഒരു വാൽവിനകത്ത് 40%, ഒരെണ്ണം 60%, വേറെ 40%, അങ്ങനെ ഇരിപ്പുണ്ട്. എനിക്കിപ്പോ ഒരു 2 വർഷം കഴിയുമ്പോൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ആൻജിയോപ്ലാസ്റ്റി കൂടെ ചെയ്യേണ്ടി വരും. അതിങ്ങനെ സ്കാൻ റിപ്പോർട്ട് കാണിക്കാൻ പറ്റുമോ? ആളുകൾ ചോദിക്കുകയാണ് ഇതൊക്കെ ചുമ്മാ പറയാ, ചുമ്മാ പറയുക, അങ്ങനൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ലടേ. ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. ഞാനിത് പോലീസുകാരോട് പറഞ്ഞ കാര്യമാണ്. അല്ലേ പിന്നെ ഇവിടെ ഹോസ്പിറ്റലിലും ഇപ്പൊ പോലീസിലും മാത്രമേ ഞാനിത് പറഞ്ഞുള്ളൂ. പിന്നെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോ മമ്മി പേടിച്ചു കഴിഞ്ഞപ്പോ മീഡിയ വന്ന് പറഞ്ഞത്. അല്ല ഞാനിത് പറയത്തൊന്നുമില്ല, ഞാൻ അവിടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും നാളായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, മനസ്സിലായി? അപ്പൊ എനിക്കിത് ഓടാൻ പറ്റത്തില്ല. അപ്പൊ വല്ലവരും എന്നെ തല്ലാൻ വന്ന അവർ ഓർക്കൂടെ ഇത് നിന്ന് തല്ല് മുഴുവൻ മേടിച്ചിട്ട് അനങ്ങാതെ നിന്ന് തല്ലുകൊണ്ട് ചത്താലും കുഴപ്പമില്ല, വെറുതെ ഓടി. അവര് ചിലപ്പോ എന്നെ മരിക്കുന്നതിന് മുമ്പ് വിട്ടാൽ ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ ഞാൻ ഓടിയാൽ ചിലപ്പോ അവര് വിചാരിക്കത്തില്ല, മനസ്സിലായോ? വെറുതെ എന്തിനാ ഒരു 2 അടി അടിക്കാൻ വന്നവനെ കൊലപാതക കേസ് പ്രതിയാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഓടാതെ നിന്ന് അടി കൊള്ളണമല്ലോ എന്ന് ഞാൻ പറയും ഇങ്ങനെ എല്ലാവരും തമാശക്ക് പറയുന്ന. അപ്പൊ അടി കഴിഞ്ഞിട്ട് അവര് പറയണ ഇവനൊന്നും അനങ്ങി പോലും ഇല്ല, ഇവനെന്തോ പ്രശ്നമുള്ള ഈ ചെകുത്താന്റെ പേരൊക്കെ ഇട്ടിട്ട് ഇത്രയൊക്കെ ചെയ്യുമ്പോഴേ അവർ ഇവനെന്തോ പ്രത്യേകതയുള്ള ആളാ, മറ്റേ അന്യനെ പോലെ വല്ല നാളെ ഇപ്പൊ ഇവൻ അമ്പിയായിരിക്കും, നാളെ അന്യനാവൂ എന്നുള്ള പേടിയൊക്കെ കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ ആവുമല്ലോ എന്നൊക്കെ പറയുവാന്ന്. അതുകൊണ്ട് എനിക്ക് ഓടാൻ പറ്റത്തില്ല, ഞാൻ ഓടത്തില്ല. ഒളിവിലാകുന്നതും ഞാൻ അറിഞ്ഞ കാര്യമല്ല. എടേ, നിന്നോട് രാവിലെ ഒരു ഉച്ചയ്ക്ക് ഒരു 12, രാവിലെ അല്ല ഉച്ചയ്ക്ക് 12 മണിക്കോ അല്ലെ ഒക്കെ പോലീസൊക്കെ ഉണ്ടെന്ന് അറിയാൻ പോലീസ് വിളിച്ചിട്ട് പറയുക, സിയെ വിളിച്ചിട്ട് പറയുന്നു നാളെ രാവിലെ സ്റ്റേഷനിൽ വരണം, പിന്നെ ഒരു കേസാണ്, മോഹൻലാലായിട്ട് സംബന്ധിച്ച വിഷയമാണ്, നിങ്ങൾ മോഹൻലാലിനെയും ആർമിയൊക്കെ തെറി വിളിച്ചു ചീത്ത വിളിച്ചു, അപ്പം അതിന് കേസുണ്ട്, ബെയിലബിൾ ഒഫൻസുകളാണ്, സ്റ്റേഷൻ ജാമ്യത്തിൽ പോവാം, ഓക്കെ, അപ്പോ നാളെ രാവിലെ സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ ഒരു പോലീസുകാരൻ വിളിക്കുന്നു. അപ്പൊ ആ പോലീസുകാരൻ വിളിച്ചപ്പോഴും ഞാൻ ഇത് തന്നെ ചോദിച്ചു. അപ്പൊ എനിക്ക് അന്ന് തന്നെ പോയാൽ കൊള്ളാമെന്ന്. അന്ന് എപ്പോഴാ, ഇന്നാണ് ഞാൻ എപ്പോ വരണമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇന്ന് ചിലപ്പോൾ ലേറ്റ് ആവാൻ സാധ്യതയുണ്ട്, 8 മണി കഴിഞ്ഞ് എപ്പോഴേലും CI വരുമായിരിക്കും. അപ്പൊ ഞാൻ ഓർത്ത് ഈ വരുവോ വരത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കുത്തിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും പകലാ നല്ലത്. ഒരുപാട് പ്രൊസീഡിങ്സ് ഉണ്ടല്ലോ ഇതിനൊക്കെ, അപ്പൊ അത് എളുപ്പമാവുമല്ലോ, രാത്രി ചെന്ന് കയറിയിട്ട് എന്തിനാ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓർത്ത് പകലാ നല്ലത്. 8 മണിയാകുമ്പോൾ രാവിലെ തന്നെ ചെന്ന് കാര്യങ്ങൾ തുടങ്ങും, ഇവരെന്താണോ ഇവർ ചെയ്യുന്നത് അവരതൊക്കെ നോക്കിയിട്ട് വേണ്ട നടക്കുമല്ലോ എന്ന് വിചാരിച്ചു. അവിടെ രാവിലെ അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കേൾക്കുന്നത് രാത്രി 7:30 ആയപ്പോഴത്തേക്കിന് ഏഷ്യാനെറ്റ് ന്യൂസ് ഒക്കെ എല്ലാവരും എനിക്ക് അയച്ചു തരുക ഞാൻ അബ്സ്കോണ്ടിങ് ആണ്, അതിനെന്താ ഒളിവില്, ചെകുത്താൻ ഒളിവിൽ. അപ്പൊ എനിക്കൊരു സംശയം, എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ ഓർത്തത് എന്തൊരിടപാടാ. അപ്പൊ അതിനു മുമ്പ് അഡ്വക്കേറ്റ് വിളിക്കും. എന്റെ ഫ്രണ്ട് ഒരു അഡ്വക്കേറ്റിനോട് പറഞ്ഞതാ ഇതുപോലൊരു കേസ് ഉണ്ട്, എനിക്കറിയത്തില്ല ഇതിനെപ്പറ്റി കൂടുതലൊന്നും, അതൊന്ന് വിളിച്ചു നോക്ക്. ഇപ്പോ ഞാൻ വൈകിട്ട് വരാൻ നോക്കാന്ന് പറഞ്ഞിരുന്നു, അപ്പൊ ഒന്ന് അന്വേഷിക്കാന്ന് വെച്ചപ്പോ ഈ എന്റെ ഫ്രണ്ട് CA വിളിച്ചപ്പോ നാളെ രാവിലെ വന്നതെന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞാണ് ഈ വാർത്ത കാണുന്നത്. അപ്പൊ അഡ്വക്കേറ്റിനോടും പുള്ളി പറഞ്ഞിട്ടുണ്ട് 8 മണി കഴിഞ്ഞ് വന്നാൽ മതി, എന്നോടും പറഞ്ഞിട്ടുണ്ട് 8 മണി കഴിഞ്ഞ് വന്നാൽ മതി. ഞാൻ അടുത്ത ദിവസം രാവിലെ ചെല്ലുമ്പോ ഞാൻ നേരെ ചെന്ന് കയറുകയും ഫോണും മേടിച്ച് വെച്ചിട്ട് ലോക്കപ്പിൽ ഇട്ടു. എന്നിട്ട് ആ ലോക്കപ്പിൽ നിൽക്കുന്നതിന് നേരെ കേട്ടിട്ട് അവിടെ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് പെട്ടെന്ന് CA പറഞ്ഞു അവനോട് ചാകത്ത് അവിടെ തോന്നുന്നു അകത്തോട്ട് കയറി നിൽക്കുന്നു. അപ്പൊ ഉണ്ട് കുറെ പോലീസുകാർ, ഒരു 4-5 പേര് വന്ന് എല്ലാവരും ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഞാനപ്പോ ആരുമില്ല, പോലീസുകാർ മാത്രമല്ല, പിന്നെ 2 പ്രതികളും ഉണ്ട് ഏതോ കേസ്. അത് കഴിഞ്ഞ് ഓരോരുത്തർ വന്ന് ചോദിക്കാനും പറയാനൊക്കെ തുടങ്ങി. എന്താണ് നിങ്ങൾ മോഹൻലാലിനെ എതിർ വിളിക്കാമോ മറ്റോ മറിച്ചോ. അതെ, ഞാൻ മോഹൻലാലിനെ തെറിയൊന്നും വിളിച്ചിട്ടൊന്നുമില്ല.
മോഹൻലാലിനെ അങ്ങനെ തെറി വിളിക്കത്തില്ല. എടാ മോഹൻലാല് മറ്റവനെ മറിച്ച് ഞാൻ വിളിക്കത്തില്ല, മനസ്സിലായോ? ആ അത് വേറെ സംഭവമാണ്. അങ്ങനെ വിളിച്ചിരുന്നാൽ ചിലപ്പോ പോലീസ് എന്നെ വന്ന് രക്ഷിച്ചുകൊണ്ട് പോകേണ്ടി വരും. കാരണം ഈ ഫാൻസുകാരൊക്കെ ചിലപ്പോൾ നമ്മളെ വട്ടം കൂടി പ്രശ്നം ഉണ്ടാകുന്ന ഒരു ഈ പറഞ്ഞ ഇവര് പറഞ്ഞ പോലെ ഒരു കലാപം സൃഷ്ടിക്കാനുള്ള സാധ്യതയുള്ള ഒരു സംഭവം. അത് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതങ്ങനെ വലിയ വൈറലായ വീഡിയോ ഒന്നുമല്ല എൻ്റെ ഈ വീഡിയോ. വളരെ കുറച്ച് പേരെ കണ്ടിട്ടുള്ളത്. ഇത് അവർക്ക് കണ്ടപ്പോ ഇഷ്ടപ്പെടാതെ പോയി, അല്ലെങ്കിൽ അവരെന്തോ എങ്ങനെ ചെയ്തു എന്നെനിക്ക് അത്രയൊക്കെ ഉള്ളു അതിന്റെ. അതാണ് അതിന്റെ അറിഞ്ഞത് പോലും എല്ലാം അറിയത്തില്ല. ആര് കണ്ടെന്ന് എനിക്ക്, ഞാൻ എന്റെ അതിനകത്ത് റിവ്യൂ കണ്ടിട്ടില്ല ഈ വീഡിയോയ്ക്കൊന്നും, മനസ്സിലായി? ആകപ്പാടെ എത്രയൊക്കെയാണ് അതിന് ഉണ്ടാകുന്നത്, വളരെ കുറച്ച് കൊള്ളാന്ന്. അല്ലാതെ അതിനകത്ത് വ്യൂ ഇല്ല. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ ഹാർട്ടിന്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഇഷ്യൂ ഉള്ള ആളാണ്, മരുന്ന് കഴിച്ചു. അല്ലല്ല, അതിനു മുമ്പൊന്നും സംസാരമില്ല, ആരോടും സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. ഈ നമ്മുടെ കൂടെയുള്ള എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ കേറ്റത്തില്ല, അവരെല്ലാം പുറത്ത് തന്നെ നിൽക്കണം. ഭയങ്കര ഭീകര അന്തരീക്ഷം. എന്നാണോ വേണ്ടിയ എന്തോ വലിയ പ്രശ്നം പോലെ. അപ്പൊ അവരും അകത്തോട്ട് കയറുന്നില്ല, അവരെല്ലാം പുറത്ത് തന്നെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ആകെ സംസാരിക്കാൻ പറ്റിയത് മെഡിക്കൽ ഓഫീസറോട് മാത്രമാണ്. അത് അവിടെ ഞാൻ കാര്യം പറഞ്ഞു, ഇതുപോലാണ് ഞാൻ, ഇതുപോലെ ഇത്രയും ഒരു എന്താ പറയണ്ട സീനാവുന്നൊന്നും വിചാരിച്ചില്ല. അപ്പൊ ഞാൻ മെഡിസിനും എടുത്തിട്ടില്ല. വീട്ടിൽ നിന്ന് വേണേ എടുക്കാം, ഇതൊന്നും എടുക്കാൻ പോകുന്നത്. ഇതിനൊരു പ്രൊസീജിയർ കാണാൻ അത് ഒത്തിരി ഒരുപാട് നീട്ടുമെന്നുള്ള രീതിയിലൊന്നും വിചാരിച്ചില്ല. എനിക്കിത് കണ്ടപ്പോൾ പക്ഷെ എനിക്കൊരു സംശയം തോന്നി, എന്തോ ഒരു വശപ്പശത് പോലെ. കാരണം അബ്സ്കൗണ്ടിങ് എന്ന് പറഞ്ഞപ്പോഴേ എനിക്കൊരു സംശയം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വേറെ രീതിയിലുള്ള എന്തോ ഈ ഫോട്ടോ എടുപ്പും ഭയങ്കര സീനും ബഹളവും ഒക്കെ. അപ്പൊ ഞാൻ തീരുമാനിച്ചു ഇനിയിപ്പോ ഇവിടുന്ന് പോക്കൊന്നും നടക്കത്തില്ലായിരിക്കും, അതുകൊണ്ട് എനിക്ക് മരുന്നെടുത്തേ പറ്റത്തുള്ളൂ. അതിന് തെളിവുണ്ട്. ഉണ്ട്. ഞാൻ വെറുതെ പറയുന്നൊന്നുമല്ല, അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എറണാകുളത്തോട്ട് തെളിവെടുപ്പിന് പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ പോകുന്നതുകൊണ്ട് അവിടെ നിന്ന് മെഡിസിൻ എടുക്കാമെന്ന് കരുതി ഞാനത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാൻ പറ്റിയത് പോലും. ഞാനിപ്പോൾ അവരോട് ചോദിച്ചു മെഡിസിൻ കഴിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്നാ ശരി, ഞാൻ ആ മെഡിസിൻ ബോക്സ് ഒക്കെ എടുത്തോണ്ടാ വന്നത്. കാരണം ഇവരിങ്ങനെ ചെയ്ത് മാത്രമല്ല പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനെ നിന്നെ അകത്താക്കുക അവിടെ എന്ത് തീർന്നു അതായത് പറഞ്ഞാൽ ഞാൻ ഒത്തിരി മെഡിസിൻ കിട്ടാതെ അവിടെ കിടന്നു കഴിഞ്ഞാൽ പണിയാവും. ഇവരെന്താണെങ്കിലും തരാൻ പോകുന്നില്ല, ഇവരിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മളെ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ആ ബോക്സ് ഒക്കെ എടുത്തോണ്ടാ വന്നത്. അത് വീഡിയോയ്ക്കകത്ത് കാണാൻ പറ്റും ചില ലൈവ്. അന്ന് അവിടെ തെളിവെടുത്ത സമയം കയ്യിൽ എൻ്റെ ഒരു ബോക്സ് ഉണ്ട്, അത് മെഡിസിൻ ബോക്സാ. അത് കഴിഞ്ഞ് അവര് അതും എടുത്തു വെച്ച്, അവരുടെ വെച്ച്. കഴിക്കാൻ സമ്മതിക്കാഞ്ഞല്ല, അവരുടെ വെച്ചു ആ മെഡിസിനായിട്ട്. എനിക്ക് പിന്നെ ഞാൻ നോക്കുമ്പോൾ മെഡിസിൻ ചോദിച്ചു, അപ്പൊ തന്നു. അതായത് പോവാൻ നേരത്താ ചോദിച്ചത് കേട്ടോ. അതിനിടയ്ക്ക് ആ ടൈം അത്രയൊക്കെ ആയി, അപ്പഴത്തേന് ഒരു 9 മണി എന്തോ 9:30 ആയി. അപ്പൊ അടുത്ത അല്ല അപ്പൊ കഴിച്ചാൽ മതി, അപ്പഴാ പിന്നെ കിട്ടുന്നത്. പക്ഷെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉള്ളത് 4 മണിയും 5 മണിയൊക്കെ ആയി, മനസ്സിലായോ? അപ്പൊ നമുക്ക് ഈ പറയുന്ന പോലത്തെ ഒരു ചെറിയൊരു എന്താ പറയാ, ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അല്ല മാത്രമല്ല തെളിവെടുപ്പിന് ഫ്ലാറ്റിൽ ലാപ്ടോപ്പ് കൊണ്ടുപോയി, കമ്പ്യൂട്ടർ കൊണ്ടുപോയി എന്നൊക്കെ വേറൊരു വാർത്തയുണ്ട്. ആര് പറഞ്ഞു? കൊണ്ടുപോയിട്ടുണ്ടോ? അങ്ങനെ ഒരു വാർത്ത ഞാൻ കണ്ടില്ലല്ലോ. ഇല്ല, അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ ഉണ്ട്. ഇനി അങ്ങനെയൊക്കെ ഉണ്ട് വാർത്തക്കാര് പോലീസിനെ പറ്റി ഇതേപോലെ പറഞ്ഞ് ലാപ്ടോപ്പ് കൊണ്ടുപോയിട്ട് എനിക്ക് ലിസ്റ്റും കിട്ടിയിട്ടില്ല. ലാപ്ടോപ്പ് വല്ലതും കൊണ്ടുപോയോ? അതെ, അങ്ങനെയൊന്നും ഇല്ല. ലാപ്ടോപ്പ് ഒന്നും എടുത്തിട്ടില്ല. ലാപ്ടോപ്പ് ഞാൻ ഉപയോഗിക്കാറില്ല. ഒന്നാമത് എനിക്ക് ലാപ്ടോപ്പിന്റെ ആവശ്യമില്ല, എനിക്ക് മൊബൈൽ മാത്രം മതി. അല്ലാതെ ഞാൻ ഈ ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ട് വർഷം കുറേയായി. കാരണം ഞാൻ ജോലി ചെയ്ത കുറെ കാലമായിട്ട് ഏകദേശം ഒരു 10-15 വർഷത്തോളം ഇതിന്റെ ഫ്രണ്ടിലിരുന്ന് മടുത്ത് വെറുത്തിട്ടായി പരിപാടി. ഈ ലാപ്ടോപ്പൊക്കെ എനിക്കൊരു വിരോധമുണ്ട്, അത് ആവശ്യമില്ല ഇപ്പൊ, അതുകൊണ്ട് ഉപയോഗിക്കാറില്ല. പിന്നെ എന്റെ കൂട്ടുകാരൊക്കെ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന അപ്പോട്ടൊക്കെ വന്ന് റൂമിലൊക്കെ വരുന്നവർ ചിലപ്പോ ചില കാര്യങ്ങൾക്ക് ആവശ്യങ്ങൾക്കൊക്കെ വന്ന് അവിടെ നിന്ന് ചെയ്യാറുണ്ട്. അത് ഇതൊന്നും അല്ല, വേറെ കുറച്ച് വെബ് ഡിസൈനിങ് അങ്ങനത്തെ ആവശ്യങ്ങൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അങ്ങനെയുള്ളവരൊക്കെ വന്ന് അവർക്ക് എന്നെ കൊണ്ട് ചില ആവശ്യം ഉണ്ടെങ്കിൽ വന്നിരുന്ന് വർക്ക് ചെയ്തിട്ട് പോകുന്നൊരു സ്ഥലം മാത്രം. അല്ലാതെ ഞാനല്ലാതെ അപ്പോഴും അവരുടെ ലാപ്പിൽ അവർ വേണേ എന്തെങ്കിലും ചെയ്തോണം, അല്ലാതെ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഞാൻ ലാപ്പ് ഉപയോഗിക്കത്തില്ലെന്നുള്ള എൻ്റെ ഒരു കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് എനിക്ക് തുടത്തില്ല. എനിക്ക് ലാപ്പിന്റെ ആവശ്യമില്ല.
ഇത്രയും ഫെസിലിറ്റി ഉള്ളതൊന്നും ലാപ്പിനകത്ത് ഇത്രയൊന്നും ഇല്ല ഫോണിനകത്തുള്ളത്. പിന്നെ അവര് കൊണ്ടുവരുന്ന ട്രൈപോഡ് ഇതുപോലത്തെ സാധനങ്ങൾ. അവിടെ വെച്ച് എന്റെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, ഈ ട്രൈപോഡ് ഒന്നും ഡിജിറ്റലി കണക്റ്റഡ് അല്ലല്ലോ, ഇതൊരു ഡിജിറ്റൽ പ്രശ്നമല്ലേ, ഒരു യൂട്യൂബിലുള്ള വീഡിയോ അല്ലേ നിങ്ങൾ. എന്നിട്ട് അവനും പറഞ്ഞു ഇയാൾക്ക് ഹാർട്ടിന് പ്രശ്നമുള്ളതാണ്, നിങ്ങൾ അയാളെ അങ്ങനെ കൊണ്ടു നടക്കുന്നത് ശരിയല്ല, ഇങ്ങനൊന്നും ട്രാവൽ ചെയ്യാത്ത ആളാണ്. ഞാൻ ലോക്കലിലൊക്കെ വണ്ടി അധികം ഓടിക്കാറുള്ളൂ, അല്ല ഞാൻ ദൂരം ഒന്നും പോകത്തില്ല. എനിക്കധികം അങ്ങനെ ഡ്രൈവ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോഴത്തേക്കും നമ്മൾ വയ്യാണ്ടായി പോകും. ഒത്തിരി ദൂരം ഒന്നും ഓടിക്കില്ല. എൻ്റെ കൂടെ എപ്പോഴും ആരെങ്കിലും കാണും. ചിലപ്പോൾ ഇച്ചിരി നേരം മാറി ഒന്ന് ഓടിക്കും. പിന്നെ ദൂരമാണെങ്കിൽ കൂടുതലും ഞാൻ ഓടിക്കത്തില്ല, എപ്പോഴും ആള് കാണും കൂടെ. അതാണ് എൻ്റെ കൂടെ ക്യാമറ എടുത്തിരിക്കുന്ന ആള്. പലപ്പോഴും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തിരിഞ്ഞും അയാൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല വണ്ടി ഓടിച്ചോണ്ട്. അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാൻ നേരത്ത് നമുക്ക് ക്യാമറ കാണും, അല്ലാത്ത സമയം അവർ ഓടിച്ചോളും. ഇത് ഡ്രൈവറൊന്നും അല്ല കേട്ടോ, കൂട്ടുകാരൊക്കെ തന്നെ. അല്ല ഡ്രൈവറെ വെക്കാനുള്ള കാശൊന്നും എനിക്കില്ല. എഡിറ്റർ ആവശ്യമില്ല, എനിക്ക് തന്നെ അറിയാം എഡിറ്റ് ചെയ്യാൻ. ഞാൻ എഡിറ്റ് ചെയ്യുന്ന അത്ര സ്പീഡിൽ ചിലപ്പോൾ ഇവിടെ ആരും എഡിറ്റ് ചെയ്യത്തില്ല. ഞാൻ കഴിച്ചോണ്ടൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്യുന്നതാണ്. വേണേൽ വണ്ടി ഓടിച്ചോണ്ട് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, സ്വിം ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അത് ഞാൻ ശ്രമിച്ചിട്ടില്ല. ഇനി വണ്ടി ഓടിച്ചോണ്ട് എഡിറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ കുറ്റക്കാരൻ ഞാനാകത്തില്ലേ? ഇതിന് അതിലും വലിയ പ്രശ്നമാവും. അയ്യോ, ലൈസൻസ് ഒക്കെ ആജീവനാന്തം കണ്ടേ. നമ്മൾ സംസാരിക്കുന്നതിനിടെ അപ്പുറത്തൊരു ക്യാമറ ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്നു. ഞാൻ എല്ലാവരും എപ്പോഴും സംസാരിച്ചോണ്ടായിരിക്കുന്നത്. അത് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കും. അതിപ്പോ ഒരാൾ റെക്കോർഡ് ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് മുന്നോട്ട് പോവാം. ഇപ്പൊ പോലീസ് അതെങ്ങനെയാന്ന് ചോദിച്ചേ, അങ്ങോട്ട് ചെന്ന് പറഞ്ഞു, നിനക്ക് ജാമ്യം കൊടുത്ത് അവന് വിടുക, അതേതാ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, നിനക്ക് ഇനിയും ചിലപ്പോ ഞങ്ങൾ വിളിപ്പിച്ചെന്നിരിക്കും, എന്താ ഇനിയും കൂടുതൽ അവിടെ ഉണ്ടായിരുന്നു. ജാമ്യക്കാരൊക്കെ രാവിലെ പോലെ അവിടെ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് ഇവര് കാണാതാവുന്ന ഒരു സീൻ എന്ന് പറയുന്നത്, ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഒരു വിവരവും ഇല്ല. അപ്പൊ ഇവിടെ ഉള്ളവരെല്ലാം ഭയങ്കര ടെൻഷനായി. ഒരു അറിവുമില്ലെന്ന്. പക്ഷെ എനിക്കിത് മനസ്സിലാവുന്നില്ല, നമ്മൾ വണ്ടിക്കകത്തിരിക്കുമ്പോൾ അറിയത്തില്ലല്ലോ. അതെന്താന്ന് ചോദിച്ചാ ഇവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ആരുമായിട്ടും ചോദിച്ചിട്ടൊന്നും വ്യക്തതയില്ല, ആൾ എവിടാന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അങ്ങനെ ഒരു ഭീതി ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന്. അത് ഞാൻ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ, മമ്മിയൊക്കെ പോകേണ്ടി വന്നു. അവരാണ് വയ്യാത്ത സ്ത്രീ, ഇവിടെ നിന്ന് നല്ല പ്രായവും ഇതിനേക്കാൾ മോശം ഹാർട്ട് 20% പമ്പിങ്ങേ ഉള്ളൂ. അവര് പോയി തപ്പേണ്ട ഗതികേടൊക്കെ ഉണ്ടായി. അതിലിപ്പോ എല്ലാരും പറയും ഇങ്ങനെയൊക്കെ സംഭവിച്ച നിനക്കൊക്കെ അതൊക്കെ തന്നെ വേണം എന്നൊക്കെ പറയും. പക്ഷെ ഇത് ഈ പറയുന്നവർക്കും ഇതേപോലത്തെ അവസ്ഥയിലോട്ട് പോകാൻ മാത്രം ഉള്ള ആൾക്കാരായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ വിചാരിക്കുന്ന അവർക്ക് സംഭവിക്കത്തില്ലെന്നാണ്. പക്ഷെ അവർ എന്നെ പോലെ തന്നെയുള്ള ആൾക്കാരൊക്കെ ഉള്ളൂ. ഈ കമന്റ് അടിച്ച് നടക്കുന്നവരും എന്നെ തെറിവിളിച്ച് നടക്കുന്നവരൊക്കെ ഇത് തന്നെ അവസ്ഥ. ഞാൻ വ്യത്യസ്തനൊന്നും അല്ല. ഞാൻ പറഞ്ഞില്ല, ഒരു കേസിൽ കൊടുങ്ങാൻ നീ കുറ്റം ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇതേപോലത്തെ അവസരങ്ങൾ എല്ലാവർക്കും ചിലപ്പോൾ ഉണ്ടായിരിക്കും. തെളിവെടുപ്പ് കഴിഞ്ഞ് നേരെ വീണ്ടും ലോക്കപ്പിലിടും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു കഴിയുമ്പോൾ വീണ്ടും ഇറക്കിയിട്ട്, പിന്നെ ലോക്കപ്പിൽ കിടക്കുന്ന ഈ ഫോട്ടോ ഞാൻ ഓർത്ത് പോലീസുകാരല്ലേ എടുക്കുന്നേ, അത് മീഡിയ ഒന്നും അല്ലല്ലോ, പോലീസിന്റെ എന്തെങ്കിലും ആവശ്യത്തിനാണെന്ന് വിചാരിച്ചത്. പക്ഷെ അത് പിന്നെ മനസ്സിലായത് ഇവര് ഈ വാട്സപ്പിലൊക്കെ ഇങ്ങനെ ഗ്രൂപ്പുകളിലൊക്കെ ഇടാൻ എടുത്ത ഫോട്ടോയാണ്. എന്തുതരം അവസ്ഥയാന്ന് മനസ്സിലായില്ല. ഇവരൊക്കെ ഡ്യൂട്ടിയിൽ ഇരുന്നുകൊണ്ട് ഇവരുടെ വാട്സപ്പിലോട്ടൊക്കെ വിട്ടതാണോ, മീഡിയ ആണോ ഇവര്? ഇപ്പൊ ഡൗട്ട് ഉണ്ട്. ഇവർക്ക് ഈ ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് എന്താ മെച്ചം? മീഡിയക്കൊന്നും, ഞാൻ വേറെ ഇതിലും വലിയ കേസാണ് നമുക്ക് ഈ പറഞ്ഞ ആൾക്കാർക്കുള്ളത്. ഇപ്പൊ നമുക്കെതിരെ നിൽക്കുന്നവരാവട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മുഴുവൻ ഇൻഡസ്ട്രി എടുത്തു നോക്കിയാലും, ഇവിടുത്തെ മറ്റെല്ലാ കാര്യങ്ങളും എടുത്തു നോക്കിയാലും ഇതെന്ത് ഞാൻ പറഞ്ഞെന്നല്ലേ പറയുന്നുള്ളൂ. ഇവിടെ ചെയ്തവരിയ്ക്കുക. ഇല്ല, നമ്മൾ കൊടുത്ത കേസ് എന്തുവാന്ന്, നിന്നെ തോക്ക് ചൂണ്ടലും എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് പോയ ആളെ ഒന്നും ഇങ്ങനൊന്നും തൊട്ടിട്ട് പോലും ഇല്ല, വിളിച്ച് ചോദിച്ചിട്ട് പോലും ഇല്ല. വേണ്ട, ഇതേ കേസ് കൊടുത്ത ആൾക്കാർ തന്നെ. അതെ, ശരിയാ. തോക്കും കൊണ്ട് വന്ന് വധഭീഷണി മുഴക്കി ഭവനവേദന നടത്തിയിട്ട് വയ്യെന്ന് 3 നില ആടി കയറി വന്നതാണ്. അതും ഭയങ്കരമായ ബഹളം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു വയ്യെന്ന്. അവന് വയ്യായി ഉണ്ട്, ശരിയാണ്. പക്ഷെ അപ്പോഴും ഇത് ചെയ്യാനുള്ള ആരോഗ്യമൊക്കെ എങ്ങനെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനിതുവരെ ആരുടെയും വീട്ടിൽ ചെന്നിട്ടില്ല. ഞാൻ പറഞ്ഞ അതുമല്ല, ഇപ്പോഴും ഇവിടെ ആണേലും നീ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഇപ്പൊ ഈ സിനിമക്കാരിൽ ഉള്ള കേസെല്ലാം എടുത്ത് നോക്കി. ഇപ്പൊ ഇവരെ പറ്റി ഓരോരുത്തരുടെ പേരെടുത്തിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ഇതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുന്നത്. ഇവരുടെയൊക്കെ കേസ് ഭയങ്കര രസമാണ്. മിക്കതും
എന്താ പറയണ്ടേ, നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസുകൾ ചെയ്തിട്ട് പോലും എന്റെ ഫോട്ടോ പോലെ ഒരു ഫോട്ടോ വന്നിട്ടില്ല. ഞാൻ മുന്നേ എനിക്ക് ഓർമ്മ വന്നത് ഇപ്പൊ പോളിസാനം എന്നും പറഞ്ഞുകൊണ്ടിരുത്തൻ ഇറങ്ങിയാണ് തോക്കൊക്കെ പിടിച്ചിട്ട്. അവനെ ഇങ്ങനെ ഒരു പ്രാവശ്യം അറസ്റ്റ് ചെയ്തപ്പോ എന്തോ ഭയങ്കര ചീത്ത വിളിച്ചു MVD ആണ്ട്. അത് ഇച്ചിരി ഭയങ്കര ചീത്ത വിളി നടന്നു. അപ്പൊ അവര് പിടിച്ച് ഈ ഇതുപോലെ ലോക്കപ്പിൽ ഇട്ടേക്കുന്ന അവൻ അതിനകത്ത് ഇരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുപോലൊരു ഫോട്ടോയാണ് വന്നത്. പക്ഷെ ഇതിലും കൂടിയ കുറ്റകൃത്യം ചെയ്യുന്നവര് എല്ലാവരും വേണ്ട, പലരും ഉണ്ടല്ലോ ഇവിടെ. എല്ലാവരും തട്ടിപ്പ്, പണത്തട്ടിപ്പ്, പിന്നെ പീഡന പരാതി, അങ്ങനത്തെ കാര്യങ്ങള്, പിന്നെന്താണ്, അങ്ങനെ പലതും. ഇവരെ ആരെ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ ഈ പോലീസിനെ കൊണ്ടൊന്നും പറ്റത്തില്ല. അങ്ങനെ ഒത്തിരി ഇവരെല്ലാം അങ്ങനെ ഉണ്ട്. ഈ ഫോട്ടോ കാണണ്ടേ, ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇവിടെ ഈ ഇതിനകത്ത് നിൽക്കുന്ന ഒരാളായിട്ട് കാണപ്പെടുന്നത്. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ കണ്ട ഇതുപോലത്തെ ഫോട്ടോ എത്ര എണ്ണത്തിന് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഞാനും ആദ്യമായിട്ടാണ് കണ്ടത്. ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അയാള്, പിന്നെ ഞാൻ. നീ അത് കണ്ടില്ലേ? അത് കിടപ്പുണ്ടാവും. നീ എന്നെയാണോ കണ്ടത് ആദ്യമായിട്ട്? നീ ഞാൻ ജയിലിലാന്ന് വിചാരിച്ചാ? ഞാൻ ജയിലിലാന്ന് വിചാരിച്ചു. കാരണം ഇതിനെ ഞാൻ ഇത് FIR നോക്കി ഈ സെക്ഷൻസ് നോക്കുന്ന സമയത്തൊന്നും ഇങ്ങനെയുള്ള ചെയ്യേണ്ട കാര്യങ്ങളൊന്നായിട്ട് തോന്നിയിട്ടില്ല. ആർക്കും തോന്നത്തില്ല. പക്ഷെ ചിലര് വിചാരിച്ചു, എന്നോട് ഇപ്പൊ കണ്ടവരെല്ലാം ചോദിക്കുക ജയിലിൽ നിന്ന് എപ്പോഴും ഇറങ്ങിയെന്ന്. ജയിലില്ല, തീഹാർ ജയിലിലാണെന്നോ. കേസ് എന്താന്ന് സാധാരണക്കാർക്ക് അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. അപ്പൊ അതിന് അവിടെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മളെ ഇങ്ങനെ ജയിലിലാണെന്നുള്ളൊരു ഇമേജ് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോ ഇവര് പറയുന്ന അനുസരിച്ച് നമ്മളിങ്ങനെ ഒന്ന് പറഞ്ഞാലുള്ള കുഴപ്പങ്ങളുണ്ട്. പക്ഷേ ഇതിന് മറുപടിയായിട്ട് ഇവിടെ ഒരു മെയിൻ ചാനലുകളിൽ ഒന്ന്, ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ചാനലില് ഞാൻ അബ്സ്കോണ്ടിങ് ആണെന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ രണ്ട് കൂട്ടരിനകത്ത് എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ചിട്ടില്ല. പോലീസും അന്വേഷിച്ചിട്ടില്ല. അല്ലെ പോലീസിനോട് ചോദിച്ചിട്ടാണോ ഇവർ പറഞ്ഞതെന്ന് അറിയത്തില്ല. പല പോലീസുകാരൻ എന്നോട് പറഞ്ഞത്, CI പറഞ്ഞത്, എന്താ പറയാ, വാർത്തകളെ വിശ്വസിക്കണ്ട, നീ ചത്തുപോയെന്നൊക്കെ അവർ വാർത്ത കൊടുക്കും. പക്ഷെ നീ ഇപ്പൊ എന്നോട് സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ, നീ ചത്തിട്ടില്ല, അതുകൊണ്ട് നീ നാളെ രാവിലെ വന്നാൽ മതിയെന്ന്. അപ്പോ അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ പേരിലാണ് ഈ വാർത്ത അവര് പ്രസിദ്ധീകരിച്ച് വിട്ടിരിക്കുന്നത്. മനസ്സിലായോ? അതുകൂടാതെ അടുത്ത ദിവസം എന്നെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട്. വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തെന്നാ പറയുന്നത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെങ്കിലും അവർക്ക് വാർത്ത കൊടുക്കാൻ പറ്റും. അതിനും കുഴപ്പമൊന്നുമില്ല. അത് നമ്മളെ പറ്റിയാണല്ലോ, നമ്മളെ പറ്റിയൊക്കെ എന്തും ആർക്കും പറയാലോ. അതുകൊണ്ട് അങ്ങനെയുള്ള വാർത്തകളൊക്കെ അവർ കൊടുക്കും. അതുപോലെ നീ ഫോട്ടോ ഒക്കെ എടുത്താൽ ഭയങ്കര ആഘോഷമായിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ അറിയാം. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു, ഇതിവിടെ ഈ ഷെയർ ചെയ്യുന്നവരും എന്നെ ചീത്ത വിളിച്ചവരൊക്കെ നാളെ എപ്പോഴേലും ഒക്കെ ഇത് പല സ്ഥലത്ത് ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ എന്നെ കുറെ പേര് അറിയാവുന്ന ഈ സാധാരണക്കാരുടെ ഇടയിൽ അറിയപ്പെടുന്ന ഒരാളായി പോയി എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് വേറെ രീതിയിൽ ഒരു പ്രതീക്ഷയുണ്ട്. ഇനി നമ്മൾ ഒരുപാട് പണം ഉണ്ടാക്കുന്ന എന്ത് തട്ടിപ്പ് കാണിച്ചിട്ടാണ്. അത് തന്നെ. അല്ലേ പാരമ്പര്യ സ്വത്ത് വേണം. അത് അവരെങ്ങനെ ഉണ്ടാക്കിയാലും എങ്ങനെയും കാശ് കുറെ അടിച്ച് മറ്റുകൊണ്ട് വന്നാൽ ചിലപ്പോൾ കാശുകാരനാണ് ചിലപ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ട്. കോടതിയിൽ അത് നടക്കത്തില്ലായിരിക്കും. പക്ഷെ അതിനിപ്പുറമുള്ള ഈ പ്രൊസീജിയേഴ്സിനകത്താണ് നമുക്ക് നഷ്ടം സംഭവിക്കുന്നത്. ഇതിനകത്തൊരു എന്തോ ചെയ്യാനോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലായി? അതായത് കൂടുതൽ പൈസയുള്ളവരോ പവറുള്ളവരോ ആണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് നടക്കത്തില്ല. അതാണ് എല്ലായിടത്തും ഇതുവരെ എനിക്ക് കണ്ടതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഞാനത് പോലീസുകാരോടും പറഞ്ഞു. ഇതേ സമയത്ത് എനിക്ക് കഴിഞ്ഞ ദിവസം ഇതിനേക്കാൾ എൻ്റെ ജീവന് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ആരും ഒന്ന്, മനസ്സിലല്ലേ, നമ്മൾ 2-3 പ്രാവശ്യം പോലീസ് സ്റ്റേഷൻ പോയി നിൽക്കുവാന്ന്. നിനക്ക് തന്നെ ഓർമ്മയുണ്ടല്ലോ, 4 മണിക്കൊക്കെ നമ്മൾ പോലീസ് സ്റ്റേഷൻ നിൽക്കുക. നമുക്ക് തിരിച്ചിറങ്ങാൻ നമുക്ക് പേടിക്കണം. കാരണം എന്താ വെച്ചാൽ ഇതൊരു നോർമൽ വ്യക്തി അല്ലല്ലോ, ഇതൊരു അബ്നോർമൽ ബിഹേവിയറാണ് കാണിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് അയാളെ ശരിക്കും പേടിക്കണം. അതേസമയം ഇതിപ്പോ അങ്ങനത്തെ ഒരാളല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വേണം സംശയം. അങ്ങനെ ചെയ്യത്തില്ല ആരും. ഈ ബിഹേവിയർ കാണുമ്പോൾ തന്നെ റോങ്ങാ. മനസ്സിലായില്ല? അതിനെ സൂക്ഷിക്കണതാണ്. അത് പോലീസ് ഭയങ്കര ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കേസാണ്. അവർ ഗവൺമെന്റ് കൊടുത്ത സാധനത്തിന് മിസ്യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ആരും അനങ്ങിയില്ല. പക്ഷെ ഇവിടെ പെട്ടെന്നാണ് ഊർജിതമായ അന്വേഷണം നടക്കുക. എന്തോ ഭയങ്കരമായ അന്വേഷണം. അത് സംഭവമായിപ്പോയി കേട്ടോ.
ഇതേപോലെയാണോ ഇതിനു മുമ്പൊക്കെ പലരെയും ഈ പറഞ്ഞ പോലെ തൊപ്പി എന്ന് പറയുന്ന ആളെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നതിനകത്തും ഇതേപോലെ അവനോട് പറഞ്ഞിട്ടുണ്ടാകുന്നാ പറയുന്നത്. എന്തോ 2 ദിവസം ആരോ പറയുന്നുണ്ടാന്നിങ്ങനെ അടുത്ത ദിവസം എന്നാ മതി എന്ന് ചോദിച്ചപ്പോ മതി എന്ന് അല്ല പറഞ്ഞിട്ട് ഇപ്പോ ഫ്ലാറ്റില് തെളിവെടുക്കാൻ വരുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. കീ എന്തായാലും തന്റെ കയ്യിലില്ല, എന്റെ കീ എടുക്കാൻ പോക്കറ്റ് എംപ്റ്റി ആയിരിക്കും. അപ്പൊ ചിലപ്പോ അവര് വിചാരിച്ച് കാണാം ഡോർ വല്ല ചവിട്ടി പൊളിച്ചൊക്കെ തുറന്ന് കയറാൻ നോക്കി. അല്ല അവരത് അങ്ങനെ തന്നെ അവര് ചോദിച്ചത് എങ്ങനത്തെ ലോക്കാ, ഓ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ നമുക്ക് പൊളിക്കാന്ന്. താക്കോല് കൊണ്ടുവന്ന് തുറന്നത് അവിടെ നന്നായി. എല്ലാവരും ചെകുത്താന്റെ റൂം കുത്തി തുറന്ന് അവിടുന്ന് അറസ്റ്റ് ചെയ്തൊക്കെ ചിലപ്പോ വാർത്ത വന്നേനെ, ആരും കണ്ടു. അതും വേണം ചെയ്യും ആൾക്കാർ, വാർത്താ ചാനലല്ലേ. എടേ എന്തിനാ വന്നത്, മലയാള മനോരമ ഇട്ട വാർത്തക്കകത്ത് പഴയ ബൈറ്റ്, അതായത് പഴയ ബൈറ്റില്ല, മറ്റേ ബാലയുടെ സീനിലുള്ള പോലീസ് അകത്ത് കയറി നിന്ന് എന്നെ അറസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കും ആ വീഡിയോ എടുത്തിട്ട്. അപ്പൊ എല്ലാവരും വിചാരിച്ച് എന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തെന്ന്. അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അത് മലയാള മനോരമ പോലത്തെ ഒരു വാർത്താ ചാനലിലാണ് നടന്നിരിക്കുന്നത്. ഏഷ്യാനെറ്റ് മലയാള മനോരമയൊക്കെ അടിപൊളിയാണ്, വിശ്വസിക്കാം. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇനി ഒരു മാറ്റം വരേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ വാർത്തകൾ ലൈവ് അല്ലേ വിശ്വസിക്കരുത്. ലൈവ് മാത്രമേ വിശ്വസിക്കാം, ലൈവിൽ കാണുന്ന അത്രയും മാത്രം വിശ്വസിക്കാം. ബാക്കി ഇവർ പറയുന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, കാരണം ഇവർ തെറ്റിച്ച് പറയും. അല്ല നിന്റെ കേസ് വിടുന്നു, ഏത് എഡിറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അല്ല കട്ട് വരുമ്പോൾ അറിയാമല്ലോ. പിന്നെ ഈ അവതാരകൻ പറയുന്നത്, വാർത്ത അവതരിപ്പിക്കുന്ന ഒരാളുണ്ട്, അയാൾ നിന്ന് ഭയങ്കര കഥ പറയും. ഇപ്പൊ 4 ചാനൽ നോക്കിയാൽ 4 ടൈപ്പിൽ രീതി പറയുന്നുണ്ട്, വ്യക്തതയില്ല. വാർത്തകൾ വളച്ചൊടിക്കപ്പെടും, എല്ലാ വാർത്തയും വളച്ചൊടിക്കും ഇവര്. അപ്പൊ ഇതുപോലെ വളച്ചൊടിക്കും ഇവര് തെറ്റിച്ചാണ് ടൈറ്റിൽ അടിക്കുന്നത്, എന്നിട്ട് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ പറയും. അതേ നമ്മൾ പറയുന്ന വീഡിയോ ഇട്ടാൽ പോലും ഈ കേൾക്കുന്നവർക്ക് അത് കിട്ടാത്ത രീതിയിൽ നോക്കിയാൽ പറയുന്നുണ്ട് നിങ്ങളുടെ വീഡിയോ അതുപോലെ കിടപ്പുണ്ട്. അങ്ങനത്തെ ഒരു സാധനം ചെയ്ത്. അപ്പൊ അതുകൊണ്ട് ആരും ഇവരെ വിശ്വസിക്കരുത്, അത് പറയുന്നത് ശരിയാണ്. അവര് ഇല്ല പിന്നെ ലൈവായിട്ട് ചെയ്യുന്നൊരു സംഭവം, അതായത് അവിടെ നിന്ന് ഒരാളോട് സംസാരിക്കുന്ന ലൈവിൽ കണ്ടാൽ മാത്രമേ അയാൾ പറഞ്ഞത് മൊത്തം വിശ്വസിക്കുന്ന കാര്യമുള്ളൂ. അല്ലാത്തവര് എന്തും എഡിറ്റ് ചെയ്യും, തെറ്റിദ്ധരിപ്പിക്കും. ഇതിവിടെ കൂടുതൽ പേർക്ക് ഇതിനെ പറ്റി ഐഡിയ ഇല്ലല്ലോ. സാധാരണക്കാരല്ലേ ഈ തെറ്റിദ്ധരിക്കപ്പെടുന്നത്, അവരെ വിറ്റാണല്ലോ ഇവര് ജീവിക്കുന്നത്. ഇപ്പൊ എനിക്കാണെങ്കിൽ മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും. ചിലപ്പോൾ എനിക്കും പെട്ടെന്ന് ഇതിന്റെ വീഡിയോയുടെ പോക്ക് കണ്ടാൽ മനസ്സിലാവും. പക്ഷെ ഇവർക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകത്തില്ല. അപ്പൊ അവരിവിടെ പറ്റിക്കും ഇവര്. പിന്നെ അതുമല്ല ആരും കൂടുതൽ അന്വേഷിക്കത്തില്ല. ഇപ്പൊ എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു, ഇപ്പൊ വേറൊരാളെ പറ്റി എന്തിനും പറഞ്ഞു, ഇയാളുടെ ഒരു സ്വഭാവം ഇങ്ങനെയാണ്, അയാൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അങ്ങ് പറഞ്ഞു കളയും. അപ്പോൾ ഉടനെ എന്താ പറയാ, അവര് നാട്ടുകാരങ്ങ് വിശ്വസിക്കും. അപ്പൊ ഇവർക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് അവരെ പറ്റിയൊക്കെ. അപ്പൊ അവരൊരു രീതിക്ക് അങ്ങ് കഥ ഇറക്കി ആരെ എന്തും പറയാന്നുള്ള രീതിയിലാണ്. അതാണ് ആരെ എന്തും പറയാം, എന്നെ പറ്റി അല്ല പറയേണ്ടത്. ശരിക്കും ഞാൻ ആരെ എന്തും പറയുന്നില്ല. ഇതിനകത്ത് ഏതാ കൂടുതൽ സിവിയറായിട്ടുള്ള കുറ്റകൃത്യം എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോ പറയാൻ പറ്റുന്നത്, നമ്മളൊരു വാക്ക് ഉപയോഗിക്കുന്നതിനകത്തേ ഉള്ളൂ. അല്ല ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല, വളച്ചൊടിച്ചിട്ടില്ല, തട്ടിപ്പ് നടത്തിയിട്ടില്ല, ബലാത്സംഗം, പീഡനം, മറ്റേ വിഷയങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല, ഒരു പരാതി പോലും ഇല്ല. പിന്നെന്താ ഉള്ളത്, സാധാരണ ഇവിടെ ഞാൻ പിന്നെ കൊന്നോ, അതില്ല. ആരുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടില്ല, നേരിട്ടൊരു മനുഷ്യനോട് ഇതൊരു ഉടക്കുണ്ടാക്കിയിട്ടില്ല. പിന്നെന്താ, റാഷ് ഡ്രൈവിങ്ങോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇന്നുവരെ ഉണ്ടായിട്ടില്ല, വണ്ടി ഇടിക്കുന്നതോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ 11 വർഷമായിട്ട് ഗൾഫിൽ ജോലി ചെയ്ത് തന്നെ ഇരിക്കുകയാണ്. ഞാൻ 22 വയസ്സ് തൊട്ട് ജോലി ചെയ്യുക, പല മേഖലയിൽ. ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ടുണ്ട്, NGO ജോലി ചെയ്തിട്ടുണ്ട്, കൺസ്ട്രക്ഷൻ കമ്പനി ജോലി ചെയ്തിട്ടുണ്ട്, മാർക്കറ്റിംഗ് ജോലി ചെയ്തിട്ടുണ്ട്, പിന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിലാണ് അവസാനമായിട്ട് ജോലി ചെയ്യുന്നത്, എയർപോർട്ടിലും ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്ഥലത്ത് ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. 10-15 വർഷമായിട്ട് എനിക്കൊന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ഇത്രയും സ്ഥലത്ത് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഇന്നേ വരെ ജോലി ചെയ്ത സ്ഥലത്തോ, എന്നെ വിദേശത്ത് പോയല്ലോ, അവിടെ എനിക്കെതിരെ ഒരു കംപ്ലൈന്റും ഇല്ല. എന്റെ കമ്പനിയിലും കംപ്ലൈന്റ് ഇല്ല. എന്റെ കമ്പനിയിലെ എന്റെ HR മാനേജർ ഞാൻ തന്നെ വിളിച്ചിട്ട് എന്തോടെ പറ്റിയത്, എന്താ ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. മനസ്സിലായോ? അതായത് ആദ്യം കമ്പനി ജോലി ചെയ്ത HR മാനേജർ. പിന്നെ എനിക്ക് വേറൊരു ബോസ് ഉണ്ട് പാകിസ്ഥാനിൽ, പുള്ളിയുടെ എന്റെ നമ്പർ മിസ് ആയതുകൊണ്ട്, അല്ലെ അയാൾ അറിഞ്ഞു കേട്ട് അയാൾക്ക് ആരെല്ലാം അയച്ചു കൊടുത്താണ്, അയാൾ വിളിച്ചേനെ. കാരണം എനിക്ക് ഇന്നേ വരെ ഒരിടത്തും അങ്ങനത്തെ ഒരു ബ്ലാക്ക് മാർക്ക് ഇല്ല. പിന്നെ എന്നെ പറ്റിയുള്ള പ്രശ്നം എന്ന് പറയുന്നത്, എപ്പോഴും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെട്ടാൽ ചിലപ്പോൾ അങ്ങ് തലയ്ക്ക് മണ്ടക്കിരിക്കുന്നവന് വരെ ഈത്തുളിക്കാന്നല്ല ഞാൻ പറയുന്നത്, അവരുടെ കുറ്റം ഞാൻ പറയും. തെറ്റാണോ അതെന്തോ പറയാൻ തോന്നും, ഞാൻ അവരോട് തർക്കിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഇന്നേ വരെ നാട്ടിലോ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു മിസ്ബിഹേവിയർ, അതായത് സംസാരത്തിലും ഇല്ല, ഓൺലൈനിൽ മാത്രമേ ആൾക്കാർ എന്നെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. അല്ലാതെ പുറത്തിറങ്ങിയിട്ട് ഇതിനെ ചീത്ത വിളിക്കുന്ന കണ്ടിട്ടില്ല, വഴക്കുണ്ടാക്കുന്ന കണ്ടിട്ടില്ല. ആരെങ്കിലും മിസ്ബിഹേവ് ചെയ്താൽ പോലും ഞാൻ അവരെ വേണ്ട രീതിയിൽ അത് സംസാരിച്ച് ഒതുക്കി നിർത്താൻ വരെ എനിക്കറിയാം.
അതിനിപ്പോൾ ഒരു മാനസിക രോഗിയാണെങ്കിൽ പോലും എനിക്ക് അയാളെ കൺട്രോൾ ചെയ്യാൻ അറിയാം. മനസ്സിലായോ? ഞാൻ സൈക്കോളജി MA പഠിച്ചതാ, എനിക്ക് പരീക്ഷ എഴുതി ജയിക്കാൻ പറ്റാത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റുമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഓരോരുത്തർ സൈക്കോളജിക്കൽ വരെ എനിക്ക് സംസാരിക്കാനും ഇടപെടാനും അറിയാം. മനസ്സിലായോ? അതുകൂടാതെ അഡ്മിനിസ്ട്രേഷനിലാണ് 15 വർഷത്തോളം ഇതേ സിസ്റ്റത്തിൽ ജോലി ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇതൊക്കെ അറിയാം. മനസ്സിലാവുന്നുണ്ടോ? അല്ല ഞാനിങ്ങനെ വന്ന് ഒരു ദിവസം ഇറങ്ങി ഈ തൊപ്പിയെ പോലെയോ അല്ലെ ഇവിടുത്തെ യൂട്യൂബർമാരെ പോലെ ഉണ്ടായതൊന്നുമല്ല. ഈ യൂട്യൂബർ പിള്ളേർക്ക് ചിലപ്പോൾ ഒന്നും അറിയത്തില്ലായിരിക്കും. അവരെ കൊണ്ട് എവിടെയെങ്കിലും ഒരു ജോലിക്ക് എടുത്തോ അല്ലെ എന്തെങ്കിലും ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത ആളുമാണ് ഞാൻ. അപ്പോൾ ഈ മോഹൻലാൽ ഇന്ത്യയിൽ ആദ്യമായിട്ടുണ്ടായ സംഭവമൊന്നുമല്ല ഇയാളൊന്നും. നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഏറ്റവും വേണ്ടപ്പെട്ട ഏറ്റവും കറപ്ഷനെ ഒഴിവാക്കിയാൽ മാത്രമേ ഈ രാജ്യം രക്ഷപ്പെടുത്തുള്ളൂ. ആ കറപ്ഷനെ ഒഴിവാക്കാമെന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് പറഞ്ഞ ആൾ ചിലപ്പോൾ ഞാനായിരിക്കും. ഇത്രയും നാളിനിടയിൽ ഈ ഒരു 5 വർഷത്തെ ഗ്യാപ്പിൽ നോക്കി ഒരാളെങ്കിലും പറയുന്നുണ്ടോ? ഏറ്റവും വലിയ തട്ടിപ്പ് നടന്നൊരു മേഖലയാണ് ചാരിറ്റി. അത് ഏറ്റവും മനുഷ്യന് ആവശ്യമുള്ളൊരു മേഖലയാണ്. പോലീസുകാർ ഈ ചാരിറ്റി തട്ടിപ്പുകാരെ പിടിക്കാൻ നടന്നിട്ട് പിടിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഇത് കറക്റ്റീവ് മെഷർ എന്ന നിലയ്ക്ക് ഒരു പെർമനന്റ് സൊല്യൂഷൻ ഡിസൈൻ ചെയ്ത ആളാണ്. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ എനിക്കിവിടെ കള്ളത്തരം ചെയ്യാൻ നിൽക്കുന്ന ആളല്ല. ഇപ്പൊ ചാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേണേൽ ഇപ്പോഴും പണം പിരിച്ചിട്ട് വേണേൽ വെട്ടിക്കാൻ പറ്റും. ഞാനിത് കുറച്ച് ബുദ്ധിമുട്ടി തന്നെ ഈ ട്രസ്റ്റ് ഇങ്ങനെ ആക്കി എടുത്തേക്കുന്നത്. ഒരു ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തു, അത് കഴിഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി, അത് മാറ്റി വീണ്ടും രജിസ്റ്റർ ചെയ്ത് എൻ്റെ നിന്ന് പൈസയും മുടക്കി ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ട് ഈ സാധനം ചെയ്യുന്നത്. അതായത് ഒരു കറപ്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അല്ല അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കറപ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്യും. അതൊരു ചെറിയ കാര്യമാണെന്നൊന്നും വിചാരിക്കുന്നില്ല ഞാൻ. മനസ്സിലായില്ലേ? ഇത്രയും അങ്ങനെ വേണം ഒരു കാര്യം ചെയ്യാൻ. മനസ്സിലായി? അത് ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന സംഭവം ഏത് രീതിയിലും നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തട്ടിപ്പ് നടക്കത്തില്ല. അതിനി കമ്പനികളിലോട്ട് ഞാൻ കയറ്റും, ഗവൺമെന്റിൽ ഇത് കയറ്റാൻ പറ്റും. അങ്ങനത്തെ ഒരു വെബ്സൈറ്റും സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ വെബ് ആപ്പ് ഇങ്ങനെയുള്ള സ്ഥലത്തോട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഒരു തട്ടിപ്പ് നിർത്താൻ പോലീസിനേക്കാൾ എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവം ചെയ്യും. പോലീസുകാർക്ക് ഇതുവരെ ഈ തട്ടിപ്പുകാരെ പിടിക്കാൻ പറ്റിയിട്ടില്ല. പിടിക്കണ്ട. നമ്മൾ തട്ടിപ്പ് നിർത്താനുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് മര്യാദയ്ക്ക് ഇത് കാണിച്ചു കൊടുത്താൽ തട്ടിപ്പിനെ മൊത്തത്തിൽ ഒഴിവാക്കാൻ പറ്റും. മനസ്സിലായി? തട്ടിപ്പ് ചെയ്യാനുള്ള അവസരമില്ല. മനസ്സിലായി? അതാണ് നിർത്തേണ്ടത്. അല്ലാതെ തട്ടിപ്പ് കഴിഞ്ഞ് കള്ളനെ പിടിക്കാൻ ഓടുകയല്ല, മോഷ്ടിക്കാനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാധനം ഡെവലപ്പ് ചെയ്ത് ഇത്രയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളും കൂടിയാണ്. അങ്ങനെ ഉള്ള ഒരാളെ ഇവർക്ക് മനസ്സിലാകുന്നില്ല, അല്ലെ ഒരു ക്രിമിനലിനെ പോലെ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അയാൾ എന്തെങ്കിലും ഭാഷയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അയാൾക്ക് വർത്താനത്തിൽ എന്തെങ്കിലും, എനിക്കിപ്പോൾ വിക്കുണ്ടെന്ന് വിചാരിക്കുക, EMSനോട് ചോദിച്ചല്ലോ എപ്പോഴാണ് വിക്കെന്ന് ചോദിച്ചാൽ സംസാരിക്കുമ്പോഴാന്ന് പറഞ്ഞൊരു മറുപടിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ പോലത്തെ ഒരു കാര്യമേ ഉള്ളൂ. ഇതൊന്നും എനിക്കങ്ങനെ ഇപ്പോഴും എനിക്ക് എൻ്റെ കാര്യത്തിൽ ഞാനൊരു ഭയങ്കര കുറ്റവാളിയെ പോലൊന്നും എനിക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. കാരണം ഞാൻ അങ്ങനെ ഒരാളോടും ചെയ്യുന്നില്ല. ഞാൻ ഇപ്പോഴും ഈ കേസ് ഉണ്ടാകുമ്പോൾ പോലും എൻ്റെ ഒരു പേഷ്യന്റ് മെഡിക്കൽ കോളേജിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെടുക. നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റിയില്ല അയാൾക്ക് വേണ്ടിയിട്ട്, ഈ ഒരു ഒറ്റ പ്രശ്നം കൊണ്ട്. എന്നിട്ട് അയാളെ മെഡിക്കൽ ഇന്ന് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു, കുറച്ച് പേരൊക്കെ സഹായിച്ചു. അങ്ങനെയൊക്കെ ചെറിയ കേസ് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഫുള്ളി ട്രാൻസ്പെറന്റ് ആയിട്ട് ഫണ്ട് എല്ലാം കാണിക്കാം. അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തട്ടിപ്പ് നടന്നാൽ പിടിക്കാൻ പറ്റും. തട്ടിപ്പ് നടത്താൻ വേണമെങ്കിൽ പറ്റും, പക്ഷെ അവരെ പിടിക്കും. മനസ്സിലായോ? അങ്ങനെയുള്ള കാര്യം തട്ടിപ്പ് കാണിക്കത്തില്ല. അതെന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രാൻസ്പെറന്റ് ഫണ്ട് റേസിംഗ് ആൻഡ് ഫണ്ട് മാനേജ്മെന്റ് വെബ്സൈറ്റാണ്. പിന്നെ ഞാൻ ഇനി ക്ലെയിം ചെയ്യാൻ പോകുന്നത് കറപ്ഷൻ നമുക്ക് 0% ആക്കാൻ പറ്റും. ഏത് ഒരിടത്തും തട്ടിപ്പ്, വെട്ടിപ്പ്, ഡിലേ, ഇപ്പൊ ഇവിടെ നടന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതുപോലും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എല്ലാവരെയും മോണിറ്റർ ചെയ്യുന്ന സിസ്റ്റം. എന്നാൽ അവരവരോട് ജോലി ചെയ്താൽ മതി, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. നെപ്പോട്ടിസം, ഫേവറിസം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഇതെല്ലാമാണ് സമൂഹത്തിന്റെ ഏറ്റവും വലിയ ദോഷങ്ങൾ. ഇതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലായി? ഇവരാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. മീഡിയ ഇത് അറിയാത്ത പോലെ ഇരിക്കുക. ഞാനിത് വർഷങ്ങളായിട്ട് പറയുക. മനസ്സിലായില്ലേ? എൻ്റെ ഇനി ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ആഷ്ക്രോ ചാനൽ, ആഷ്ക്രോയിൽ വരുന്ന വീഡിയോയുടെ എല്ലാ റവന്യൂവും ചാരിറ്റിക്കാണ് പോകുന്നത്. ആ വീഡിയോ കണ്ടാൽ മതി ഒരാൾ. ഈ വീഡിയോ ഓണാക്കി വെച്ചിട്ട് ഉറങ്ങിയാൽ പോലും കാശ് കൊടുക്കും നമ്മൾ. ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇവിടെ ഒത്തിരി പേരുണ്ടല്ലോ. നമ്മൾ ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. ആ വീഡിയോ മോശം വീഡിയോ ഒന്നും ഇടുന്നില്ല. ഒരു സൈക്കോളജി കൗൺസിലിംഗ് വീഡിയോ, ചിലപ്പോൾ ഡോക്ടറോട് സംസാരിക്കുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസാണ് വരുന്നത്. അത് കണ്ടാൽ നിങ്ങൾക്കും കാണുന്നവർക്കും ഗുണമാണ്. അവരെന്നിട്ട് കണ്ടു കഴിയുമ്പോൾ ഇതിനകത്തു നിന്നുള്ള റവന്യൂ എടുത്ത് നമ്മൾ കൊടുത്തോണ്ടിരിക്കുക, അഡ്വർടൈസ്മെന്റ് റവന്യൂ. ഇനി പലതരത്തിലുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന മറ്റു പരിപാടികൾ നമ്മൾ ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ സർവീസുകൾ. പിന്നെ ബ്ലഡ് ഡൊണേഷൻ. ഇനി നിങ്ങൾ എൻ്റെ വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ രജിസ്റ്റർ ചെയ്യാമെന്ന് വിചാരിച്ചു.
ഏത് ആശുപത്രിയിൽ നിന്ന് ഏത് സമയത്ത് ബ്ലഡ് റിക്വസ്റ്റ് ചെയ്താലും ആ കറക്റ്റായിട്ട് ഏത് ബ്ലഡ് ഗ്രൂപ്പാണ് വേണ്ടത്, എത്ര ഡോണറാണ് വേണ്ടത്, അത്രയും പേർക്ക് മാത്രം മെസ്സേജ് ചെയ്തിട്ട് അവർ അവിടെ എത്തും. നാട് നിങ്ങൾ അന്വേഷിക്കണ്ട. ഒരുപാട് പേരുടെ കാര്യങ്ങൾ ഈസി ആക്കുന്ന വെബ്സൈറ്റാണ് അത്. ആപ്പ് വന്നാൽ എല്ലാം ഓട്ടോമേറ്റഡ് ആവും. മനസ്സിലാകുന്നുണ്ട്. എൻ്റെ ഇപ്പം ഇത്രയും പൈസ ഇല്ലാതെ അതിന് നല്ല തുകയാകുന്നൊരു വെബ്സൈറ്റും കൂടാ. മനസ്സിലായില്ലേ? അത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബ്ലഡ് ഗ്രൂപ്പും അല്ല ബ്ലഡ് ഡൊണേഷനും ഫണ്ട് മാനേജ്മെന്റും ഓക്കെ ആയി. ഇനി എനിക്ക് വേറെ ഫെസിലിറ്റീസ് ഒത്തിരി ഓണാക്കാനുണ്ട്. ഡൊണേഷൻസ് എന്ന് പറയുന്നത് മണി മാത്രമല്ല, ബ്ലഡ് ഡൊണേഷൻ ഉണ്ട്, സാധനങ്ങൾ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, നിന്റെ ഇൻഫർമേഷൻസ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അതായത് വേറൊരാളെ ഹെൽപ്പ് ചെയ്യാൻ, ട്യൂഷൻ കൊടുക്കുകയോ ഫ്രീ ആയിട്ട് ഒരു പഠിപ്പിക്കാൻ നീ തയ്യാറാണെങ്കിൽ അതിനുള്ള ആൾക്കാരെ വരെ ഞാൻ കണ്ടുപിടിച്ചു കൊടുക്കും. എല്ലാത്തരം ചാരിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അത്രയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിനിടയിലായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള വല്ല ഭാഷ തെറ്റിൻ്റെ പേരിൽ കേസൊക്കെ വരാൻ സാധ്യതയൊക്കെയുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ചെയ്യേണ്ട കാര്യങ്ങളാണ് മുഖ്യം. അല്ലാതെ ഇതിനിടയിൽ ഇപ്പം ഇത് നിർത്താനും വലിയ പാടൊന്നുമില്ല. ഞാൻ പിന്നെ ഓർത്ത് എന്നാ വെച്ചാൽ ഇവരൊക്കെ ഇതൊക്കെ പറഞ്ഞാണ് എന്നെ എതിർത്തൊന്ന് പിടിച്ചു നിൽക്കുന്നത്. അതുകൂടെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവരോടൊരു ഈ സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യനുണ്ടല്ലോ, ഈ വെളിവില്ലാത്തവന്മാരില്ലേ, ഈ മോഹൻലാലിന്റെ ഫാൻസ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർക്ക് ഒരു എന്റർടൈൻമെന്റ് ഇല്ലാതെ പോകും. അവർ അങ്ങനെയൊക്കെ മാത്രം ഇപ്പോഴും അവര് ഞാൻ പറയുന്നത് തെറ്റാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു ആശ്വാസം ആയിക്കോട്ടെ എന്ന് വെച്ച് കൊടുത്താൽ, അല്ലാതെ ഇതെനിക്ക് ഒഴിവാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്റെ വീഡിയോ ഒക്കെ കൂടുതൽ സമയം പലയിടത്തും ഞാൻ ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. ഞാൻ ലൈവിലാണേലും ഇരുന്ന് ഞാൻ സംസാരിക്കുന്ന ആളാ. ഇഷ്ടം പോലെ സമയം 6 മണിക്കൂർ ലൈവ് 6 മണിക്കൂർ ലൈവ് പോയി. ഞാൻ 12 മണിക്കൂർ ലൈവ് ഇടാൻ പോവാ അടുത്ത ദിവസം. 12 അല്ല 24 മണിക്കൂർ ലൈവ് ഇടാൻ പോവാ. അത് കിടക്കുമല്ലേ? നമ്മൾ പല പല മൊബൈൽ ഓണാക്കി വെച്ചിട്ട് ഇങ്ങനെ 12 മണിക്കൂർ ലൈവ് ഇട്ടേക്കാം. നിനക്ക് വേണോ 12 മണിക്കൂർ ലൈവ്? നീ ഓണാക്കി വെക്ക്. ആ എന്നിട്ട് നോക്കാലോ എന്തോരം പ്രാവശ്യം ചീത്ത വിളിച്ചു, എന്തെല്ലാം അൺസയന്റിഫിക് ആയിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ എന്തേലും അപവാദം പറഞ്ഞു, അല്ലെങ്കിൽ ആരെങ്കിലും അവഹേളിച്ചോ. അത്രയും നേരം നോക്കട്ടെന്ന് ഇവര്. ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യണ്ടേ? ഇപ്പൊ ഇയാളെ പറ്റി പറയുന്നതൊക്കെ അങ്ങ് ടെസ്റ്റ് ചെയ്യണം. നമ്മൾ എന്ത് പറഞ്ഞാലും ചെക്ക് ചെയ്യണം. മനസ്സിലായില്ലേ? നമ്മൾ അവർക്ക് ചെക്ക് ചെയ്യാൻ അറിയാത്തോണ്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാ. ഇതൊരു പ്രശ്നമാണോ എന്ന്. അല്ലേ? ശരിയല്ലേ? എന്നാൽ ഈ പറഞ്ഞ ആൾക്കാർ ആരും ഞാൻ ഈ പറഞ്ഞ വാക്കിന് അപ്പുറം ഉപയോഗിക്കുന്നവരെല്ലാരും ഡെയിലി ലൈഫിൽ നമ്മൾ എവിടെ ചെന്നാലും കേൾക്കുന്ന കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. തീർച്ചയായും നമ്മുടെ ഈ ലൈവും ഈ വീഡിയോ 12 മണിക്കൂറാവും തോന്നുന്നു. അത് പറഞ്ഞോണ്ടിരിക്കും. പക്ഷെ www.charityclarity.com എല്ലാവർക്കും നീ മാക്സിമം ശ്രമിക്കുക. അത് പറയും, അത് പ്രൊമോട്ട് ചെയ്യണ്ട്. പിന്നെ ഞാൻ എന്താ വല്ലയിടത്തും പോയി ഇങ്ങനെയൊക്കെയാണോ പ്രൊമോട്ട് ചെയ്യേണ്ടത്? ഞാൻ അങ്ങനെ മോശപ്പെട്ട സ്ഥലങ്ങളിൽ പോയി പ്രൊമോട്ടൊന്നും ഞാൻ ചെയ്തില്ല. ഞാനിവിടെ സാറ്റ് BGM ഇട്ട് പോലും വീഡിയോ എടുക്കത്തില്ല, കുട്ടികളെ കാണിക്കത്തില്ല. കേസ് എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ അവർ പറയും, മെഡിക്കൽ റിപ്പോർട്ട്സും മറ്റു കാര്യങ്ങളും വെച്ചിട്ട് ഈ കണക്കുകൾ എടുത്തിട്ട് അവർക്ക് വേണ്ട കൃത്യമായ കണക്ക് പറയും. ഇത്ര രൂപ വേണം, ഇത്ര രൂപ കിട്ടുമ്പോൾ അത് ക്ലോസ് ആവുമെന്നും പറയും. എന്നിട്ട് അതിന്റെ ബില്ലുകൾ മാക്സിമം കൊണ്ടിടും. എന്നിട്ട് അവരുടെ കണക്ക് കൊടുത്തതിന്റെ ഡീറ്റെയിൽ എടുത്തിടും. എന്നിട്ട് ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇത് ശരിയാക്കാൻ. ഈസിയാ, അങ്ങനെ വലിയ തല ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കണക്ക് കൂട്ടാനും കുറയ്ക്കാനും അറിയാവോ എങ്കിൽ ഇത് ശരിയാക്കാം. വലിയ സയൻസും മാത്സും ഒന്നും ഇല്ല. ഉറപ്പായിട്ടും നീ കണ്ടോ, ഒരു 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ടോപ്പ് ഞാനാ. അപ്പൊ കാണിച്ചു തരാം എല്ലാത്തിനും. എന്താ കാണിക്കാൻ പോകുന്നറിയോ? മര്യാദക്ക് മനുഷ്യരോടൊക്കെ ഇടപെടുന്ന എങ്ങനെയാ ഞാൻ കാണിച്ചു തരാം. സീറോ കറപ്ഷൻ. നീ കറക്ഷൻ എന്നൊക്കെ പറഞ്ഞ തെറ്റിക്കരുത്. ഡിസ്ലെക്സിയാണോ? അത് കൊച്ചിലെ തൊട്ടേ ഉള്ളതല്ലേ? അതെ, അങ്ങനെ പറഞ്ഞാൽ മതി. എനിക്കങ്ങനെ ഞാൻ വല്ലതും പറഞ്ഞ ഞാൻ രക്ഷപ്പെടുകൂടെ? അതെ അതെ അതെ, ഞാൻ ഉയരെന്നാ പറഞ്ഞു. എല്ലാരും അങ്ങനെ കൂടുതൽ പറയാതെ ഞാനും അത് തന്നെയാ പറയുന്നത്. പക്ഷെ മാറിപ്പോ